നബിദിനം കൂടിയാണല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ചടങ്ങുകളും മറ്റ് ആഘോഷങ്ങളും ഒക്കെ ഉണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. അതെ, നബിദിന ആശംസകൾ നേർന്നും മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചും മഹലുകളിൽ ഘോഷയാത്ര നടത്തിയും ഒക്കെ നബിദിന ആഘോഷം ഗംഭീരമായി നടക്കുന്നുണ്ട്. ഇംതിയാസ് കരീം അതിന്റെ വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. തിരുവോണ ദിനാശംസകൾ, നബിദിന ആശംസകൾ. എന്താണ് നബിദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ആഘോഷങ്ങളൊക്കെ ഇന്ന് നാട്ടിലെമ്പാടും നടക്കുന്നത്? വിശേഷങ്ങൾ എന്തൊക്കെ? ഓണത്തിനൊപ്പം തന്നെ ഒരു നബിദിനം സന്തോഷത്തിലാണ് കേരളത്തിലെ മലയാളികളെല്ലാം ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മുഖദാർ ഭാഗത്താണ്. ഇവിടെ ഇന്ന് ടൗൺ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നബിദിന ആഘോഷമൊക്കെ നടക്കുന്നത്. വർണ്ണശബളമായ ഒരു റാലി, വളരെ മനോഹരമായി നിൽക്കുന്ന ഒരു നബിദിന റാലി, അതാണ് കോഴിക്കോട് നിന്ന് ഇന്ന് കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും സമ്മാനിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. ഇവിടെ 9ഓളം മദ്രസകൾ കൂടി ചേർന്നുകൊണ്ട് അതിലുള്ള എല്ലാ കുട്ടികളെയും, മദ്രസകളിലൊക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികളിലെയും മഹല്ലുകളിലെ മുഴുവൻ മനുഷ്യരെയും ഒത്തുചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു നബിദിന റാലി ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൽ തന്നെ വിവിധങ്ങളായ കലാപരിപാടികൾ, ദഫ്മുട്ട്, അതുപോലെ തന്നെ സ്കൗട്ട് തുടങ്ങിയ നിരവധി പരിപാടികൾ ഈ ഘോഷയാത്രയിലുടനീളം, ഈ റോഡിലൂടെ പോകുന്ന ഘോഷയാത്രയിലുടനീളം ഉണ്ടാകും. അതുപോലെ തന്നെ മധുര പലഹാര വിതരണം അടക്കം ഉണ്ടാവുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ വിഷ്വലൊക്കെ നമുക്ക് കാണാം. എങ്ങനെയാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ്. നബിദിനാഘോഷം വരുമ്പോൾ വലിയ സന്തോഷമാണോ? എന്തൊക്കെ പരിപാടികളാണ് ഇത്തവണ? നബിദിന റാലി, ദഫ്മുട്ട്, സ്കൗട്ട്, പല തരം പരിപാടികൾ എല്ലാം ഉണ്ട്. എല്ലാ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ? രാത്രി പരിപാടികളൊക്കെ ഉണ്ടോ? രാത്രി പരിപാടികൾ, പാട്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ. എന്താ പറയാനുള്ള സന്തോഷാണോ? നബി ജനിച്ച ദിവസമാണല്ലേ? 1500ാമത് തിരുപ്പിറവി ദിനം. പരിപാടികളൊക്കെ പഠിച്ചിട്ടുണ്ടോ? രാത്രി പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? പാടാൻ, സ്റ്റേജിൽ പാടാൻ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ് മൊത്തി. കാരണം ഇന്ന് രാത്രി ഈ ഘോഷയാത്ര കഴിഞ്ഞാലുടൻ പിന്നീട് പള്ളികളിൽ അന്നദാനം ഉണ്ടാകും. അന്നദാനം കഴിഞ്ഞതിന് ശേഷം രാത്രികളിൽ സ്റ്റേജ് കെട്ടി അതിൽ കുട്ടികൾ പ്രവാചകന്റെ, മുഹമ്മദ് നബിയുടെ മദ്ഹ് ഗാനങ്ങൾ പാടും. പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഉണ്ടാകും, പ്രസംഗങ്ങൾ ഉണ്ടാകും. ആ രീതിയിലൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടൗൺ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എല്ലാ പരിപാടികളും നടക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന മൗലിദ് സദസ്സുകൾ ഉണ്ടായിരുന്നു പള്ളികളിൽ. ആ മൗലിദ് സദസ്സുകൾക്ക് ശേഷമാണ് പ്രവാചകന്റെ തിരുപ്പിറവി ദിനത്തിൽ ഇങ്ങനെയൊരു ആഘോഷം നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഇതേ രീതിയിൽ തന്നെ റാലികളും ഘോഷയാത്രകളും മറ്റു പരിപാടികളുമൊക്കെ അരങ്ങേറുകയും ചെയ്യും. മോത്തി, ശരി ഇംതിയാസ്, ഒരുപാട് സന്തോഷത്തിൽ കുട്ടികളെല്ലാം അങ്ങനെ ദഫ്മുട്ടും മറ്റേ ഘോഷയാത്രയിലെ പങ്കാളിത്തവും എല്ലാം കൊണ്ടവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. മധുര വിതരണവും ഉണ്ട് എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞാനത് ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെയോ എൻ്റെ കണ്ണ് അതിലേക്ക് പോയിരുന്നു. സ്ഥലത്തുണ്ടായിരുന്നു എങ്കിൽ എന്ന് കരുതിപ്പോയി. ഈ മധുരവും ആഹാരവും വല്ലാത്തൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു പോയി. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നബിദിന ആശംസകൾ. കാര്യങ്ങളൊക്കെ കളറായി പോയി.